നഷ്ടസ്വപ്നങ്ങളുടെ കുടീരങ്ങളിൽ അഭയം പ്രാപിച്ചത്. ദുഃഖവും പരിഭവങ്ങളും നിരാശയും തളം കെട്ടിയ മനസ്സുകൾ, നിസ്സംഗതയുടെ നിമിഷങ്ങൾ. നമ്മുടെ തോമ നിങ്ങളെല്ലാരും ഇവിടെയായിരുന്നല്ലേ? ഞാൻ നിങ്ങളെ എവിടെയെല്ലാം അന്വേഷിച്ചു. തോമ, നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ ഗുരുവിനെ ഒന്നുകൂടി കാണാൻ, പക്ഷെ കാണാൻ പറ്റിയില്ല. അവന്റെ കല്ലറയ്ക്ക് മുൻപിൽ അവർ കാവൽ നിൽക്കുകയാണ്. ഇന്നലെ വരെ ഈ മേശയിൽ നിന്ന് അവരോടൊപ്പം ഒരുമിച്ചപ്പം പങ്കിട്ടവരാണ് നമ്മൾ. എന്നാൽ ഇന്നും അവൻ നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ഗുരുനാഥനെ കോഴി കൂന്നതിന് മുൻപ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഞാൻ ദ്രോഹിയാണ്, ഞാൻ പാപിയാണ്. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. യൂദാസ്, അവനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. യൂദാസ്, അവൻ തൂങ്ങി മരിച്ചില്ലേ? അതായിരുന്നു അവന്റെ വിധി. എന്ത്? യൂദാസ് മരിച്ചെന്നോ? ഒരു ചുംബനം കൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തവൻ നമ്മളെയും ചതിക്കുകയില്ലെന്ന് എന്താണ് ഉറപ്പ്? മരണമാണ് അവന് നല്ലത്. അല്ല, നമ്മളെക്കാലം ഇവിടെ കഴിയാനാണ് തീരുമാനം. എല്ലാവരും നമ്മെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കുറുനരികൾക്ക് മാളമുണ്ട്, പറവകൾക്ക് കൂടുകളും. എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. മാളങ്ങൾ ഒളിക്കുവാനുള്ളതാണ്, കൂടുകൾ ചേക്കേറുവാൻ. ക്രിസ്തു ശിഷ്യൻ ഒളിച്ചിരുന്നുകൂടാ. ഞാൻ പുറത്തുപോയി വല്ലതും വാങ്ങിച്ചു കൊണ്ടുവരാം. തോമസ്, തനിയെ പോകുന്നത് സൂക്ഷിച്ചു വേണം. എന്താ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഒറ്റയ്ക്ക് പോകുന്നതാണ് സുരക്ഷിതം. കൂട്ടുചേർന്ന് നടന്നാൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. എന്നാൽ ഞാൻ പോയി വരട്ടെ. വരും സഹോദരങ്ങളെ, തോമസ് പോയി വരുന്നത് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തായാലും നമുക്കവനെ കാണാൻ പറ്റിയല്ലോ. എന്തൊരു പ്രകാശമായിരുന്നു ആ മുഖത്ത്. പക്ഷെ നമ്മുടെ തോമസിന് മാത്രം ഈ ഭാഗ്യം ഉണ്ടായില്ലല്ലോ. നമ്മൾ കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ? തോമയോ? തോമ അത്ര പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ എന്തോ ഒരു ധൈര്യവും സമാധാനവും തോന്നുന്നു. അവനെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖവും നിരാശയും എല്ലാം ഓടി അകലുന്നത് പോലെ. നമ്മുടെ തോമ എത്തിയല്ലോ. ഇതാ നമ്മൾക്കുള്ള ഭക്ഷണമാണിത്. ഇനിയെങ്കിലും എന്തെങ്കിലും കഴിക്കുവാൻ നോക്ക്. തോമ, നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്താണത്? എന്താണ് ആ വാർത്ത? തോമസ്, നീ ഇവിടെ നിന്ന് പോയ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചു? പറയൂ.
തോമസ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്ത്? നിങ്ങൾ കർത്താവിനെ കണ്ടെന്നോ? അതെ തോമ, അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ഇല്ല, ഞാനിത് വിശ്വസിക്കുകയില്ല. അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ കൈവിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തോമസ്, നീ അങ്ങനെ പറയരുത്. നീ ഇത് വിശ്വസിക്കണം. സ്നേഹിത, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഞാനും നിങ്ങളിൽ ഒരുവനല്ലേ? ഞാനും അവന്റെ ശിഷ്യനല്ലേ? ശാന്തമാകും തോമസ്, ശാന്തമാകും. നിന്റെ വത്സല ശിഷ്യനാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. താബോർ മലയിൽ നീ സ്വർഗീയനാകുന്ന നിന്റെ രൂപാന്തരീകരണം കണ്ട് സന്തോഷിക്കുവാൻ നീ എന്നെ അനുവദിച്ചില്ല. മറ്റൊരു ദിവസം മരിച്ച ബാലികയെ ഉയർപ്പിക്കുന്ന അവസരത്തിൽ മുറിക്ക് പുറത്ത് വരാന്തയിൽ നിൽക്കാനേ നീ എന്നെ അനുവദിച്ചുള്ളൂ. നിന്നോടൊപ്പം മരിക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നിട്ടും ഗത്സമനിലെ നിന്റെ രക്തം വിയർക്കുന്ന പ്രാർത്ഥനയിൽ നീ എന്നെ സാക്ഷിയാക്കിയില്ല. അതെ, നിന്നോടൊപ്പം ഇത്രയും നാൾ ഉണ്ടും ഉറങ്ങിയും നടന്നിട്ടും നിന്നോടൊത്തുള്ള വിശിഷ്ടാവസരങ്ങൾ പലതും നീ എനിക്ക് നിഷേധിച്ചു.